ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹാർമണി ഓഫ് മാർവൽസ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള സ്റ്റോറിയും അതിലെ ഓൾ സൈഡ് ക്വസ്റ്റ്യൻസും അതുപോലെ ഫുൾ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് സോക്രട്ടീസിൻ്റെ ഒരു കൊട്ടേഷൻ എടുക്കുവായിട്ട് നമുക്കവിടെ തന്നിട്ടുണ്ട്. വണ്ടർ ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഒരു വിസ്ഡത്തിൻ്റെ, ഒരു അറിവിൻ്റെ അല്ലെങ്കിൽ ഒരു വിവേകത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എന്താണ്? വണ്ടറാണ്, അത്ഭുതങ്ങളാണ്. എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് എന്താ ഇതെങ്ങനെ, എന്ത് അത്ഭുതമായിരിക്കുന്നു, എന്ത് മനോഹരമായിരിക്കുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഈ ക്യൂരിയോസിറ്റിയിലൂടെയാണ് പല ശാസ്ത്രജ്ഞന്മാരും വളർന്നു വന്നിട്ടുള്ളത് അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഒരു വിസ്ഡത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിത് ഡോർവേ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള റോബോട്ടുകളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള റോബോട്ടുകൾ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലേ? Question 1. What are some common tasks that robot can perform? ഒരു റോബോട്ടിന് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ടാസ്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുക്കിംഗ്, ക്ലീനിങ്, മാനുഫാക്ചറിങ്, ഫാർമസി അസിസ്റ്റൻസ്, സ്വീയിങ്, ഷൂ മേക്കിംഗ്, ഹോട്ടൽ സർവീസസ്, ഇതെല്ലാം റോബോട്ട്സ് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നുണ്ട്. Question 2. Have you ever seen or heard of a robot that helps with household chores? വീട്ടുകാര്യങ്ങളിൽ, വീട്ടുജോലികളിൽ സഹായിക്കുന്ന റോബോട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം. 3. If you get the services of a robot at home, what will you make it do? നിങ്ങൾക്ക് ഇത്തരത്തിൽ വീട്ടിൽ ഒരു സർവീസ് ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു റോബോട്ടിനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അതിനെ കൊണ്ട് ചെയ്യിക്കും? If I got the services of a robot at home, I would make it help with the household chores such as cooking, cleaning, washing, gardening and arranging my books and clothes. എന്തൊക്കെ ചെയ്യിക്കും? പാചകം, അതുപോലെ ക്ലീനിങ്, വാഷിങ്, പിന്നെ ചെടി നനയ്ക്കലും ചെടി നോക്കലും ഒക്കെ, പിന്നെ എൻ്റെ ബുക്കും വസ്ത്രങ്ങളൊക്കെ അടുക്കി വെക്കൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. Question 4 നോക്കൂ. ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ, നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പേരുകൾ എഴുതണം. സ്മാർട്ട് ഫോണ്, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, സൗണ്ട് സിസ്റ്റം, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, ഇതെല്ലാം മക്കൾക്ക് എഴുതി കൊടുക്കാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. ഇനി നമുക്ക് ഒരു ബോയും റോബോട്ടും തമ്മിലുള്ള കഥ വായിക്കാം. നോക്കൂ. എ റോബോട്ട് വിത്ത് എ വൈറസ്. ഒരു വൈറസ് ഉള്ള റോബോട്ട്. ഓക്കെ. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അത് വളരെ തെളിഞ്ഞ ഒരു പ്രകാശമുള്ള പ്രഭാതമായിരുന്നു, പുലർച്ചെ രാവിലായിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. തെരുവുകളിൽ വളരെ തിളക്കമുള്ള സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം, സൂര്യപ്രകാശം നൃത്തം ചെയ്തു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. വീടുകളുടെ മുകളിലൊക്കെ ചൂടുള്ള നിറങ്ങൾ വിതറി. അതായത് സൂര്യൻ്റെ ചൂടുള്ള പ്രകാശരശ്മികൾ വീടിന് ചുറ്റുമായിട്ട് മുകളിലൊക്കെ വിതരണം ചെയ്യപ്പെട്ടു. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. വായു എങ്ങനെയുള്ളതായിരുന്നു? വളരെ ഉന്മേഷദായകവും, അതായത് റിഫ്രഷിങ്ങും വളരെ ഫ്രഷും ആയിരുന്നു. ദ സൺ ബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്സ്. അപ്പോൾ നമ്മളുടെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? റിക്കി എന്നാണ് കേട്ടോ. അപ്പോൾ ആകാശത്തിലെ പ്രകാശത്തിലൂടെ സൂര്യരശ്മികൾ റിക്കിയുടെ മുറിയിലേക്ക് എത്തി നോക്കി. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവൻ ഇപ്പോഴും ബെഡിൽ കിടക്കുകയാണ്, ഉറക്കത്തിലാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അവനൊരു 11 വയസ്സുള്ള ആൺകുട്ടിയാണ്. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വോണ്ട്. റിക്കി നിങ്ങൾ താമസിച്ചിരുന്നത് വളരെ മനോഹരമായിട്ടുള്ള, നിങ്ങൾക്ക് ഭാവിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വഴികാട്ടിയായിട്ടുള്ള ഒരു വീട്ടിലായിരുന്നു. അതായത് അവൻ്റെ വീട്ടുകാരെങ്ങനെയായിരുന്നു? നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു പാത്ത് തുറന്നു തരുന്ന ആളുകളായിരുന്നു. പിന്നെയോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം അവിടെ സാധിച്ചു തരികയും ചെയ്യുമായിരുന്നു.
ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷെ റിക്കി എങ്ങനെയായിരുന്നു മക്കളെ? അവൻ്റെ ശീലങ്ങളിൽ വളരെയധികം മടിയനായിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ്റെ സാധനങ്ങളൊക്കെ, വസ്ത്രങ്ങളും പുസ്തകങ്ങളും എല്ലാ സംഭവങ്ങളും എന്താണ് വീട്ടിലൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിടും. അതായത് ഒരു അടുക്കും ചിട്ടയുമില്ല, അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത ആളായിരുന്നു. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കേണ്ടി വന്നിരുന്നു. ഹിസ് മദർ, ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്, ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. അവൻ്റെ അമ്മ ഒരു ബാങ്കിലെ മാനേജറായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രാവിലെ തന്നെ ആ ജോലിക്ക് പോകും. ഷി ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. ആ സമയത്തൊക്കെ അമ്മയ്ക്ക് റിക്കിയുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സമയം ഉണ്ടാവുമായിരുന്നു. അതായത് അവൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് നോക്കേണ്ടി വരുമായിരുന്നു. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, സ്റ്റഡി റൂമിൽ കൊണ്ടുപോയി നിന്റെ സ്കൂൾ ബാഗ് വെക്കേ. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി, നിന്റെ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിലിട്. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി, നിന്റെ ടിഫിൻ ബോക്സ് കഴുകി വെക്കേ. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിന്റെ ടീഷർട്ടും ട്രൗസറും ഒക്കെ അയൺ ചെയ്യ്. ആൻഡ് സോ ഓൺ. ഇതൊക്കെ അമ്മ റിക്കിയോട് പറയുന്ന കാര്യങ്ങളാണ്. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷെ അവൻ എല്ലാ സമയത്തും കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ പേജിലെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? എന്തുകൊണ്ടാണ് റിക്കിയുടെ ഹാബിറ്റുകൾ, അവൻ്റെ ശീലങ്ങളെ സ്ലോവൻലി എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? സ്ലോവൻലി എന്ന് വെച്ചാൽ എന്താ മക്കളെ? മടി പിടിച്ച് അല്ലെങ്കിൽ അലസമായിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ സ്ലോവൻലി എന്ന് പറയാം കേട്ടോ. അപ്പം എന്താ ആൻസർ? റിക്കീസ് ഹാബിറ്റ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി ബിക്കോസ് ഹീ ഈസ് അൺടൈഡി ആൻഡ് ഡിസോർഗനൈസ്ഡ് വിത്ത് ഹിസ് ബിലോങ്ങിങ്സ്. കാരണം അവൻ്റെ വസ്തുക്കളൊക്കെ വൃത്തിയില്ലാതെ, അതുപോലെ ഡിസോർഗനൈസ്ഡ് ആയിട്ടായിരുന്നു. അതായത് അടുക്കും ചിട്ടയും ഇല്ലാതെയായിരുന്നു അവന് വച്ചിരുന്നത്. റിക്കി ഡിഡിൻറ്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. റിക്കി വീട്ടിലൊന്നും അധികമൊന്നും സഹായം ഒന്നും ചെയ്യുമായിരുന്നില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. അങ്ങനെ ഇരിക്കുകയാണ് അവൻ്റെ വീട്ടിലെന്ത് ഒരു ബട്ട്ലർ റോബോട്ടിൻ്റെ പുതിയ മോഡൽ അവൻ്റെ അച്ഛനും അമ്മയും കൂടെ വാങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ അച്ഛൻ്റെ അമ്മയും പോലെ തന്നെ അവനും വളരെയധികം ആവേശത്തിലായിരുന്നു. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെന്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അത് വന്ന ഉടനെ തന്നെ ആ റോബോട്ട് പോയിട്ട് കുക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങും ഇസ്തിരിയിടലും അയണിങ്ങും ഒക്കെ ചെയ്തു. But the most important work it did was picking up Ricky's clothes from the floor. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഈ റോബോട്ടിന് എന്തായിരുന്നു? റിക്കിയുടെ വസ്ത്രങ്ങൾ താഴെ നിന്ന് എടുത്തു വെക്കുക എന്നുള്ളതായിരുന്നു. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. ആദ്യ ദിവസം അവൻ ഉറങ്ങാൻ പോയപ്പോൾ അവൻ്റെ ബെഡ്റൂം എങ്ങനെയായിരുന്നു? പതിവ് പോലെ വളരെയധികം വിനാശകരമായിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. അതായത് ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. പക്ഷേ പിറ്റേന്ന് രാവിലെ അവൻ ഉണർന്നപ്പോൾ എല്ലാം വളരെ അധികം വൃത്തിയും വെടിപ്പുമുള്ളതായിട്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് മക്കളെ? എല്ലാം റോബോട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ? വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്പ്ലെയിൻഡ്. വളരെ അത്ഭുതം തന്നെ, എൻ്റെ മുറി എത്ര വൃത്തിയായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് വളരെയധികം ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. സത്യത്തിൽ അത് വളരെയധികം വൃത്തിയുള്ളതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. റിക്കി കുഡൻ ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. റിക്കിക്ക് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീഷർട്ടോ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോളോ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. മാ, വെർ ഇസ് മൈ ടീഷർട്ട്? അമ്മ, എൻ്റെ ടീഷർട്ട് എവിടെ? വെർ ഇസ് മൈ ബോൾ? എൻ്റെ ബോൾ എവിടെ? ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അവൻ്റെ അമ്മയെ ശല്യപ്പെടുത്തി. He could not find his things even after he had searched up and down. അവന് മുകളിലേക്കും താഴേക്കും ഒക്കെ തിരഞ്ഞിട്ടും അവൻ്റെ സാധനങ്ങളൊന്നും തന്നെ അവന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. He asked himself, where could they have gone? അവനോട് തന്നെ ചോദിച്ചു, എവിടെയാണ് ആ സാധനങ്ങളൊക്കെ എവിടെ പോയിട്ടുണ്ടായിരിക്കുമെന്ന് സ്വയം ചോദിച്ചു. However much he searched during the day, those two items did not reappear. പകൽ സമയം മുഴുവൻ അവൻ എത്ര തിരഞ്ഞിട്ടും ആ രണ്ട് വസ്തുക്കൾ, അതായത് അവൻ്റെ ടീഷർട്ടും അവൻ്റെ ഫുട്ബോളും മാത്രം അവന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. ഇതേ സംഭവം തന്നെ മറ്റു കാര്യങ്ങളിലും ഇതുപോലെ തന്നെ സംഭവിക്കാനായിട്ട് തുടങ്ങി. അതായത് അവൻ്റെ റൂമിൽ വെച്ചാൽ ഇങ്ങനെ എവിടേക്കോ അടുക്കി കൂട്ടിയില്ലാതെ കൊണ്ടുപോയിട്ട സാധനങ്ങളൊന്നും കാണാനില്ലാതെ ആവാനായിട്ട് തുടങ്ങി. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീനിങ് ബട്ട്ലർ റോബോട്ട്. റിക്കിക്ക് ബട്ട്ലർ റോബോട്ടിന് വളരെ സംശയം തോന്നി. അതിനെ സംശയത്തോട് കൂടിയിട്ട് റിക്കി നോക്കി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്, ഹി തോട്ട്. ഇത് ഇവൻ്റെ കൈപ്പണിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് റിക്കി ചിന്തിച്ചു. അതായത് റോബോട്ടായിരിക്കുമല്ലേ ആ വസ്തുക്കളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരിക്കുക എന്ന് റിക്കി ചിന്തിച്ചു.
ഈ പേജിലെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഹൗസ് ഹോൾഡ് കോഴ്സ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? ബട്ട്ലർ റോബോട്ട് ആ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ദ ബട്ട്ലർ റോബോട്ട് ടുക്ക് ഓവർ സെവറൽ ഹൗസ് ഹോൾഡ് ടാസ്ക് ഇമ്മീഡിയറ്റ്ലി അപ്പോൺ ഇറ്റ്സ് അറൈവൽ. ദിസ് ഇൻക്ലൂഡഡ് കുക്കിംഗ്, ക്ലീനിങ്, അയണിങ് ആൻഡ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. അവന് വന്ന പാടെ തന്നെ എന്തൊക്കെയാണ് ചെയ്തത്? കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങും പിന്നെ റിക്കിയുടെ വസ്ത്രങ്ങളൊക്കെ തറയിൽ നിന്ന് എടുത്തു മാറ്റലുമാണ് ചെയ്തത്. He hatched a plan to spy on the robot and began following it around the house. അങ്ങനെ റോബോട്ടിനെ നിരീക്ഷിക്കാനായിട്ട് റിക്കി ഒരു പ്ലാൻ തയ്യാറാക്കി. വീടിന് ചുറ്റും റോബോട്ടിനെ ഫോളോ ചെയ്യാനായിട്ട് അവൻ തുടങ്ങി. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അങ്ങനെ റിക്കിയുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഒന്ന് എടുക്കുന്നതിനിടയിൽ അവന് റോബോട്ടിനെ കൈയോട് കൂടിയിട്ട് പിടികൂടി. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. തീരെ ഒരു ശബ്ദവും ഉണ്ടാക്കാതെയാണ് റോബോട്ടിനെ റിക്കി പിന്തുടർന്നത്. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിംഗ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. അങ്ങനെ എന്താ അവന് കണ്ടത് മക്കളെ? തൻ്റെ ടീഷർട്ട് വളരെ വൃത്തിയായിട്ട് മടക്കി സ്റ്റോർ റൂമിലെ വസ്ത്രങ്ങളുടെ മുകളിൽ കൂമ്പാരത്തിൽ സൂക്ഷിക്കുന്നതായിട്ട് കണ്ടു. ഓഫ് ഹി വെന്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. അവൻ ഓടി തൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പോയി. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. അച്ഛാ, ഈ ബട്ട്ലർ റോബോട്ട് എന്താണ്? എന്തോ ഫോൾട്ട് ഉണ്ട്, ഇതിനെന്തോ തകരാറുണ്ട്. ഹി ഹാസ് ഫിൽച്ച് മൈ തിങ്സ്. അവൻ എൻ്റെ സാധനങ്ങളൊക്കെ ഫിൽച്ച് ചെയ്തിരിക്കുന്നു. ഫിൽ ചെയ്യുന്ന വെച്ചാൽ എന്താ മക്കളെ? പതുക്കെ മോഷ്ടിക്കുന്നതിനാണ് കേട്ടോ അങ്ങനെ പറയാം. ഐ തിങ്ക് ദ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. അവനെ വളരെ മോശമായിട്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവന് ചെയ്യുന്ന അടുക്കി വെക്കുന്ന ഈ നീറ്റും അച്ചടക്കും ചിട്ടയൊന്നും അവൻ പറ്റുന്നില്ല, റിക്കിക്ക് പറ്റുന്നില്ല. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷൂക്സ് ഹിസ് ഹെഡ്. തീർച്ചയായിട്ടും അല്ല, അവൻ നല്ലൊരു റോബോട്ടാണെന്ന് അച്ഛൻ തലകുലുക്കി അവന് റിക്കിയോട് സമ്മതിച്ചില്ല, റിക്കിക്ക് സമ്മതിച്ചു കൊടുത്തില്ല. ഷി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അവന് റോബോട്ടിക്സിൽ വളരെ എക്സ്പേർട്ടാണ്, വൈദഗ്ധ്യമുള്ളവനാണ്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. പുതിയ ബട്ട്ലർ ആയതിൽ അവൻ സന്തോഷിച്ചിരുന്നു. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അത് അവന് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷേ റിക്കി പിടിവാശിക്കാരനായിരുന്നു. ഐ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്കിവനെ ഒഴിവാക്കണമെന്ന് റിക്കി വാശി പിടിച്ചു. എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അച്ഛനും റിക്കിയും തമ്മിൽ പൊരിഞ്ഞ വാക്ക് തർക്കം ഉണ്ടായി. ഫാദർ, റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. ഒരു റോബോട്ട് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു ഡിവൈസാണ്, ഒരു ഉപകരണമാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവൻ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. ഫാദർ, യു ആർ റോങ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ പറഞ്ഞത് തെറ്റാണ് റിക്കി. ഒരു റോബോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു നിനക്ക് മനസ്സിലാകുന്നില്ല. റിക്കി, ഐ കാണ്ട് അഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. എനിക്ക് അച്ഛനോട് യോജിക്കാൻ കഴിയില്ല. ശരിയായി പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു റോബോട്ട് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അച്ഛനും റിക്കിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. റിക്കി kept on complaining to his parents about the robot hiding things that outweighed whatever useful things he did. റോബോട്ട് എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നതിനെ കുറിച്ച് റിക്കി തൻ്റെ പാരൻസിനോട് പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതവന് ചെയ്ത ഉപയോഗപ്രദമായ എന്ത് കാര്യമാണെങ്കിലും എന്ത് കാര്യത്തെക്കാളും വളരെ വലുതായിട്ടായിരുന്നു റിക്കി അവരോട് പറഞ്ഞിരുന്നത്. ഈ പേജിലെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്നുള്ളത് ഒരു ഫ്രേസ് കൊണ്ട് ഓതർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് മീൻസ് ദാറ്റ് റിക്കി കോട്ട് ദ റോബോട്ട് ഇൻ ദ മിഡിൽ ഓഫ് ഡൂയിങ് സംതിങ് റോങ്. എന്തോ തെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ റിക്കി റോബോട്ടിനെ പിടിച്ചു എന്നാണ്, കള്ളത്തരത്തിൻ്റെ ഇടയിൽ പിടിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബാക്കി നോക്കാം. വൺ ഡേ ദ റോബോട്ട് ഹു വാസ് വിറിങ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലൈൻറ്റ്സ്. ഒരു ദിവസം ഇങ്ങനെ ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റോബോട്ട് ഈ റിക്കിയുടെ പരാതികൾ കേൾക്കാനിടയായി. ദി റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. ആ റോബോട്ട് റിക്കിയുടെ ഒരു ജോഡി ഷൂസും അവൻ്റെ കുറച്ച് ക്ലോത്ത്സും ഒക്കെ ആയിട്ട് മടങ്ങി വന്നു. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. ഇതാ സർ, ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട്ലർ തൻ്റെ മൃദുലമായിട്ടുള്ള ആ മെഷീൻ സൗണ്ടിൽ റോബോട്ട് പറഞ്ഞു. മെഷീനിക്ക് വോയിസ് ഉണ്ടല്ലോ, ആ വോയിസിൽ റോബോട്ട് പറഞ്ഞു. അപ്പോൾ ശരിക്കും റിക്കിയുടെ പ്രോബ്ലം റിക്കിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഹാബിറ്റ് ഇല്ല. സോ അവൻ്റെ കാര്യങ്ങളൊന്നും കാണാതാവുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ റോബോട്ടിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് റോബോട്ട് പറഞ്ഞു. ഇത് കേട്ടതും റിക്കി എന്താ തിരികെ പറഞ്ഞത്? ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നിനക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു കള്ള? ആഴ്ചകളായി നീ എൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുകയായിരുന്നല്ലോ. റോബോട്ട് എന്താ പറയുന്നത്? ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഞാൻ നിങ്ങളുടെ സാധനങ്ങളൊക്കെ തറയിൽ ചിതറിക്കിടക്കുന്നതാണ് കണ്ടത്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. നിങ്ങൾക്കത് ആവശ്യമില്ലെന്ന് ഞാൻ കരുതി. ഐ എം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ശേഖരിക്കാനാണ് എന്നെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് where other humans can use them. രാത്രിയായാൽ ഞാൻ അവയെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് ഈ സാധനങ്ങളൊക്കെ അയക്കുന്നു. ഐ എം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാൻ പരമാവധി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യക്ഷമതയുള്ള ഒരു മെഷീനാണ്. വർ യു അൺഅവേ ഓഫ് ഇറ്റ്. നിങ്ങൾക്കത് അറിഞ്ഞുകൂടായിരുന്നോ എന്ന് റോബോട്ട് ചോദിച്ചു. ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. കുറച്ചൊരു അഭിമാനത്തോട് കൂടിയിട്ട് റോബോട്ട് ഇത് പറഞ്ഞു. റിക്കി വാസ് അഷെയിംഡ്. ഇത് കേട്ടപ്പോൾ റിക്കിക്ക് ഒരു നാണക്കേട് തോന്നി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. ജീവിതകാലം മുഴുവൻ ഇന്നേ വരെ അവന് വസ്തുക്കളെ ഉപയോഗശൂന്യമായിട്ടാണ് അവന് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് അവന് ജീവിച്ചിട്ടുള്ളത്. ഹി കെയർഡ് ഫോർ നത്തിങ്. അവൻ ഒന്നിനോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. യെറ്റ് there were many people in the world who would have been delighted to have Ricky's things. എന്നിരുന്നാലും റിക്കിയുടെ ആ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ സന്തോഷിക്കുമായിരുന്ന ധാരാളം ആളുകൾ ലോകത്തുണ്ടായിരുന്നു. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. ആ ആളുകളുടെ കയ്യിലൊക്കെ എത്തുമ്പോൾ അവനെപ്പോലെ എല്ലാവരും നന്നായിട്ട് അതിനെ പരിപാലിക്കുമായിരുന്നു. He realized that the robot was neither broken nor misprogrammed. ഈ റോബോട്ട് കേട് വന്നിട്ടില്ലെന്നും അതിന് തെറ്റായിട്ട് പ്രോഗ്രാം ചെയ്തതിൽ തെറ്റില്ലെന്നും അവന് മനസ്സിലാക്കി. rather it had been programmed extremely well. അതുമാത്രമല്ല അത് വളരെ നന്നായിട്ടാണ് അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്ന സത്യവും റിക്കി മനസ്സിലാക്കി. ഈ പേജിലെ ചോദ്യം നോക്കൂ. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. വാട്ട് ഡസ് ദ റോബോട്ട് മീൻ? ഇതാ സർ, ഞാൻ നിങ്ങളുടെ സാധനങ്ങൾ ഇത് നിങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് റോബോട്ട് പറഞ്ഞു അല്ലേ. ഇതുകൊണ്ട് റോബോട്ട് എന്താണ് അർത്ഥമാക്കിയത്? ദ റോബോട്ട് മീൻസ് ദാറ്റ് ഇറ്റ് ഡിഡ് നോട്ട് റിയലൈസ് റിക്കി വാണ്ടഡ് ടു കീപ് ഹിസ് ഐറ്റംസ് ബിക്കോസ് ഹി ലെഫ്റ്റ് ദം സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. റിക്കി തറയിലിട്ടിരിക്കുന്ന സാധനങ്ങൾ റിക്കിക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ള കാര്യം റോബോട്ട് അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അന്നു മുതൽ റിക്കി മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയായിട്ട് മാറാനായിട്ട് തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. എല്ലാ സാധനങ്ങൾക്കും വളരെയധികം കെയർ അവന് കൊടുക്കാനായിട്ട് തുടങ്ങി. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. എല്ലാ വസ്തുക്കളും വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതിനെന്താണോ ആവശ്യമുള്ളത് അത് പ്രൊവൈഡ് ചെയ്യാനും റിക്കി ശ്രമിച്ചു. And he took a leaf out of the robot's book. With his pocket money, he began to help people and buy needful things for them. അതുകൂടാതെ റിക്കി എന്ത് ചെയ്തു? റോബോട്ടിൻ്റെ പുസ്തകത്തിൽ നിന്ന് പേജ് എടുത്തിട്ട് അതിൽ അവൻ്റെ പോക്കറ്റ് മണി വെച്ച് ആളുകളെ സഹായിക്കാനും തുടങ്ങി. ലാസ്റ്റിലെ സൈഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ? റിക്കിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? റിക്കി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഹി ബിഗാൻ ടു കീപ് ഹിസ് തിങ്സ് ടൈഡി ആൻഡ് പുട്ട് റിയൽ കെയർ ഇൻ ടു how he treated them. He made sure he didn't have more than what was strictly necessary. Following the robot's example, he started using his pocket money to help people and buy needful things for others. അപ്പോൾ ചാപ്റ്റർ എല്ലാം മക്കൾക്കും മനസ്സിലായല്ലോ. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1A ക്വസ്റ്റ്യൻ. These are some of the events that are described in the story. Read them carefully. സ്റ്റോറിയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. നോക്കൂ. 1. റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി അവൻ്റെ മിസ്സായിട്ടുള്ള ടീഷർട്ടിനും ഫുട്ബോളിനും വേണ്ടിയിട്ട് തിരയുന്നു. 2. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ അച്ഛനും അമ്മയും ബട്ട്ലർ റോബോട്ടിനെ കൊണ്ടുവരുന്നു. 3. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. റിക്കി അവൻ്റെ പാരൻസിനോട് ബട്ട്ലർ റോബോട്ടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നു. 4. റിക്കീസ് മദർ ഗീവ്സ് ഹിം കോഴ്സ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. റിക്കിയുടെ അമ്മ അവന് വീട്ടിലുള്ള ജോലികളൊക്കെ ചിലതൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നു. 5. റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ്. റിക്കി അവൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു.
6. Ricky decides to become a maximum efficiency boy. റിക്കി മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറാനായിട്ട് തീരുമാനിക്കുന്നു. 7. Ricky wakes up to find his room perfectly clean and tidy. റിക്കി അവൻ്റെ റൂം എണീറ്റപ്പോൾ വളരെ വൃത്തിയുള്ളതും നീറ്റായിട്ടുമായിട്ട് കിടക്കുന്നത് കാണുന്നു. 8. Ricky follows the butler robot around the house to spy on it. റിക്കി ബട്ട്ലർ റോബോട്ടിനെ സംശയിച്ച് അവൻ്റെ പിറകിലായിട്ട് വീടിന് ചുറ്റും നടക്കുന്നു. 9. Ricky catches the butler robot red handed. റിക്കി ബട്ട്ലർ റോബോട്ടിനെ കൈയോടെ പിടികൂടുന്നു. 10. Ricky becomes ashamed of how he treated his belongings. റിക്കി അവൻ്റെ സാധനങ്ങളെ നടന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തത് എങ്ങനെയൊക്കെയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് റിക്കിക്ക് നാണക്കേട് തോന്നുന്നു. ഇനി എന്താ മക്കളെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. ഈ പറഞ്ഞ കാര്യങ്ങൾ കഥയുടെ ഓർഡറിനനുസരിച്ച് കറക്റ്റായിട്ട് ആദ്യം നടന്നതേത് പിന്നെ നടന്നതേത് എന്നുള്ള രീതിക്ക് എഴുതണം. ഫസ്റ്റ് വരുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. Then Ricky's mother gives him chores to do around the house. 3. Ricky wakes up to find his room perfectly clean and tidy. 4. Ricky searches for his missing t-shirt and football. 5. Ricky follows the butler robot around the house to spy on it. 6. Ricky catches the butler robot red-handed. 7. Ricky complains to his parents about the butler robot. 8. Ricky becomes ashamed of how he treated his belongings. 9. Ricky starts taking better care of his possessions. 10. Ricky decides to become a maximum efficiency boy. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് അബവ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇവൻറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്ത് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. നോക്കൂ. ടു ഹെൽപ്പ് റിക്കി ബിക്കം മോർ റെസ്പോൺസിബിൾ ഹിസ് പാരൻസ് പർച്ചേസ്ഡ് എ ബട്ട്ലർ റോബോട്ട്. റിക്കിയെ കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റിക്കിയുടെ പാരൻസ് ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങി. ഡിസ്പൈറ്റ് ദ എക്സ്ട്രാ ഹെൽപ്പ് ഹിസ് മദർ സ്റ്റിൽ അസൈൻഡ് ഹിം കോഴ്സ് അറൗണ്ട് ദ ഹൗസ്. അമ്മ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിനെ ഏൽപ്പിച്ചു. One day Ricky couldn't find his t-shirt and football, but the next morning he woke up to find his room perfectly clean. അങ്ങനെ പിറ്റേ ദിവസം അവൻ എണീക്കുമ്പോൾ അവൻ്റെ റൂമൊക്കെ വൃത്തിയുള്ളതായിരിക്കും. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീഷർട്ടും ഫുട്ബോളും കാണുന്നില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കും. സസ്പീഷ്യസ് ഹി ഡിസൈഡഡ് ടു സ്പൈ ഓൺ ദ റോബോട്ട് ആൻഡ് ഇവൻച്വലി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് ഹൈഡിങ് ഹിസ് മെസ്സി ബിലോങ്ങിങ്സ്. അങ്ങനെ അവന് ഈ റോബോട്ടിനായിരുന്നു സംശയം തോന്നിയത്. ഈ സാധനം കാണാതായപ്പോൾ അവൻ്റെ റോബോട്ടിനെ അവൻ അറിയാതെ പിന്തുടർന്നു അതിനെ കൈയോടെ പിടികൂടി. വെൻ ഹി കംപ്ലൈൻഡ് ടു ഹിസ് പാരൻസ് ഹി റിയലൈസ്ഡ് ദ റോബോട്ട് വാസ് പ്രോഗ്രാംഡ് ടു ക്ലീൻ ബൈ റിമൂവിങ് ക്ലട്ടർ. അങ്ങനെ പാരൻസിനോട് അവന് കംപ്ലൈൻറ്റ് ചെയ്തു. പിന്നീട് അവൻ മനസ്സിലായി ഈ റോബോട്ട് അടുക്കും ചിട്ടയില്ലാത്തവിടൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കാനാണ് റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഫീലിംഗ് അഷേംഡ് ഓഫ് ഹിസ് മെസ്സിനസ്, റിക്കി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് തിങ്സ് ആൻഡ് ഫൈനലി decided to become a maximum efficiency boy by staying organized on his own. ഇതറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയപ്പോൾ റിക്കിക്ക് അവനോട് തന്നെ ഒരു നാണക്കേട് തോന്നി. പിന്നെ അവൻ അവസാനം അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ ഓരോ വസ്തുക്കളെയും കുറച്ചുകൂടെ കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവൻ അവസാനത്തേക്ക് മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ കാര്യക്ഷമതയുള്ള ഒരു ആൺകുട്ടിയായിട്ട് മാറാനായിട്ടും അവൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ടും തുടങ്ങി. Activity 2. We saw a change in Ricky's behavior at the end. Write them below. നമ്മൾ കഥയുടെ അവസാനം വിക്കിയുടെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ മനസ്സിലാക്കി അല്ലേ? അത് താഴെ എഴുതുക. അതായത് അതിൻ്റെ ബിഫോറും ആഫ്റ്ററും എന്തായിരുന്നു എന്ന് എഴുതുക. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. ആദ്യമൊക്കെ റിക്കി അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ആളായിരുന്നു. ദെൻ ആഫ്റ്റർ വരുന്നു? റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. റിക്കിക്ക് അവൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വരുന്നു. അതുപോലെ ഹി ഡിഡ്ന്റ് ഹെൽപ്പ് അറൗണ്ട് ദ ഹൗസ്. ആദ്യം ബിഫോർ ഹി ഡിഡ്ന്റ് ഹെൽപ്പ് അറൗണ്ട് ദ ഹൗസ്, വീട്ടിലെ കാര്യങ്ങളൊന്നും അവന് ചെയ്ത് കൊടുക്കുമായിരുന്നില്ല, സഹായിക്കുമായിരുന്നില്ല. ആഫ്റ്റർ ഹി ബിക്കെയിം ഹെൽപ്ഫുൾ ആൻഡ് ഡിഡ് ഹിസ് കോഴ്സ്. പിന്നെ ശേഷം അവന് കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും തുടങ്ങി. അതുപോലെ ബിഫോർ ഹി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് എവ്രിവെയർ. അവൻ്റെ സാധനങ്ങളൊക്കെ എല്ലായിടത്തും വലിച്ചെറിയുമായിരുന്നു. ആഫ്റ്റർ ഹി കെപ്റ്റ് ഹിസ് റൂം ക്ലീൻ ആൻഡ് ടൈഡി. അവൻ്റെ റൂം വളരെ വൃത്തിയുള്ളതും വെടിപ്പുള്ളതുമാക്കി മാറ്റാനായിട്ട് തുടങ്ങി. ബിഫോർ ഹി വാസ് ലേസി ആൻഡ് ഓൺലി വാണ്ടഡ് ടു പ്ലേ. ആദ്യം അവന് മടിയനും കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം താല്പര്യമുള്ളവനുമായിരുന്നു. ആഫ്റ്റർ ഹി ബിക്കെയിം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അങ്ങനെ ലാസ്റ്റ് അവൻ മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറി. Activity 3. Ricky tells his best friend Robin about the robot that his father bought.
ലൈക്ക് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. റിക്കി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റോബിനോട് അവൻ്റെ അച്ഛൻ ഒരു റോബോട്ടിനെ കൊണ്ടുവന്ന കാര്യം പറയുകയാണ്. അപ്പോൾ റിക്കിയും റോബിനും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റിക്കി, ഹേയ്, യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൺ, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. നോക്ക്, ഞാൻ പറയുന്ന കാര്യം നീ ഒരിക്കലും വിശ്വസിക്കില്ല, എൻ്റെ അച്ഛൻ ഒരു റോബോട്ടിനെ വാങ്ങി. റോബിൻ, വാട്ട്, എ റോബോട്ട്, ഇറ്റ്സ് റിയലി അമേസിങ്. എന്ത്, റോബോട്ടോ? അത് വളരെ നല്ല കാര്യമാണല്ലോ. റിക്കി, യാ, ഇറ്റ്സ് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. അതൊരു ബട്ട്ലർ റോബോട്ടിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ്. ഇറ്റ് ക്യാൻ കുക്ക്, ക്ലീൻ ആൻഡ് അയൺ ദ ക്ലോത്ത്സ്. അതിന് ഭക്ഷണം പാകം ചെയ്യാനും റൂം വൃത്തിയാക്കാനും അതുപോലെ വസ്ത്രങ്ങൾ അയൺ ചെയ്യാനും ഒക്കെ കഴിയും. റോബിൻ, അമേസിങ്, ഹൗ ലക്കി യു ആർ. വളരെ നല്ല കാര്യമാണ്, നീ എത്ര ഭാഗ്യവാനാണ്. റിക്കി, ബട്ട് സംതിങ് വിയേർഡ് ഹാപ്പൺ. പക്ഷേ ചെറിയൊരു കാര്യം സംഭവിച്ചു. റോബിൻ, വാട്ട് ഹാപ്പൺ, എന്താ പറ്റിയത്? Ricky, I couldn't find my favorite t-shirt and my football. It took my things without my permission. നോക്ക്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടും ഫുട്ബോളും കാണാനുണ്ടായിരുന്നില്ല. അതെന്താണ്? ആ റോബോട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആ വസ്തുക്കൾ എടുത്തതായിരുന്നു. റോബിൻ, ഡിഡിൻറ്റ് യു ഇൻഫോം യുവർ പാരൻസ്? നീ പാരൻസിനോട് അത് പറഞ്ഞില്ലേ? റിക്കി, യെസ്, ബട്ട് ദേ ഡിഡിൻറ്റ് ബിലീവ് മീ. പറഞ്ഞു, പക്ഷെ അവരെന്നെ വിശ്വസിച്ചില്ല. ബട്ട് ഐ കോട്ട് ദ റോബോട്ട് റെഡ് ഹാൻഡഡ്. പക്ഷേ ഞാൻ ആ റോബോട്ടിനെ കൈയോട് കൂടിയിട്ട് പിടികൂടി. റോബിൻ, ഓ ദാറ്റ്സ് സ്ട്രേഞ്ച്, മേ ബി ദ റോബോട്ട് ഈസ് ട്രൈങ് ടു ഹെൽപ്പ് യു. അത് വളരെ വിചിത്രമായ കാര്യമാണല്ലോ. ഒരുപക്ഷെ ആ റോബോട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യായിരിക്കും. റിക്കി, യാ, ഇറ്റ് കളക്ട്സ് അൺവാണ്ടഡ് തിങ്സ് ആൻഡ് പുട്ട്സ് ദെം ടു പ്ലേസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദെം. തീർച്ചയായും അത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ജോലി. റോബിൻ, ദാറ്റ്സ് ഓസം, ദ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ആ റോബോട്ട് വളരെ നല്ലൊരു മെഷീനാണ്. റിക്കി, യെസ്, റിയലി ഓസം, തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇനി നമുക്ക് ഫോർത്ത് ആക്ടിവിറ്റി നോക്കാം. അതിലെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. കഥയിൽ നിന്നുള്ള ഒരു ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്, അത് വായിക്കുക. ഫാദറും റിക്കിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നല്ലോ, ആ പാർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫാദർ പറയുന്നത് നോക്കൂ, റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. റോബോട്ട് എന്ന് പറയുന്നത് എന്താണ്? വളരെ നല്ലൊരു ഡിവൈസാണ്, അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നീ നോക്കൂ. അപ്പോൾ റിക്കി എന്താ പറയുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഹീസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. നല്ലതിനെക്കാട്ടിലും അത് ഉപദ്രവമാണ് ചെയ്യുന്നത്. ഫാദർ, യു ആർ റോങ് റിക്കി. എന്ന് പറഞ്ഞ് തെറ്റാണ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. ഒരു റോബോട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. റിക്കി, ഐ കാണ്ട് അഗ്രി വിത്ത് യു. എനിക്ക് ഒരിക്കലും അച്ഛനോട് യോജിക്കാൻ കഴിയില്ല. എ റോബോട്ട് വിൽ ബി ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ശരിക്കും പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു റോബോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. ഇവിടെ രണ്ടുപേര് രണ്ട് അഭിപ്രായങ്ങളാണല്ലേ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താ? പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെന്റ് അഥവാ എതിര് പറയുന്ന എക്സ്പ്രഷൻസ് ഇതിൽ പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എതിര് പറയുന്നത് ഏതൊക്കെയാണ് മക്കളെ? ഡിസഗ്രിമെന്റ് എന്ന് സൂചിപ്പിക്കുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ, യു ആർ റോങ് റിക്കി, ഐ കാണ്ട് അഗ്രി വിത്ത് യു. ഇതെല്ലാം നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിലെ ബി ക്വസ്റ്റ്യൻ, നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്സ്. ഇനി അതുലിനും അഞ്ജുവിനും എന്താണ് റോബോട്ട്സിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. കോൺവെർസേഷൻ ആണേ. അതുൽ, ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം, ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് കനോട്ട്. എനിക്ക് തോന്നുന്നു റോബോട്ട്സ് വളരെ നല്ല വസ്തുക്കളാണ്, വളരെ നല്ല ഡിവൈസസ് ആണ്. അവയ്ക്ക് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അവയ്ക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അഞ്ജു, യെസ് അതുൽ, ഐ അഗ്രി, they can do cool stuff, but there are some downsides to them too. അതെ അതുൽ, തീർച്ചയായിട്ടും നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അവയ്ക്ക് കുറച്ച് പോരായ്മകളും ഉണ്ട്. അതുൽ, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്, ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. റോബോട്ട്സ് ക്യാൻ വർക്ക് 24/7 വിത്തൗട്ട് ഗെറ്റിംഗ് ടയർഡ്. ഓക്കെ, ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഉപകാരങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റോബോട്ട്സിന് ഒരു ക്ഷീണമോ ടയേർഡ്നെസ്സോ ഒന്നുമില്ലാതെ 24 മണിക്കൂറും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അഞ്ജു, യാ ദാറ്റ്സ് ട്രൂ, അത് ശരിയാണ്. ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ് എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് where they can make things faster. അവയ്ക്ക് വളരെ നല്ല സഹായികളായിട്ട് വർത്തിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് വലിയ വലിയ ഫാക്ടറികളിലൊക്കെ അവയ്ക്ക് പണികൾ ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതുൽ, എക്സാക്ട്ലി, and they can go to places that are too dangerous for people like the deep sea or outer space. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് കൂടാതെ അവർക്ക് മനുഷ്യന്മാർക്ക് പോവാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ
പ്രയാസമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് കൂളായിട്ട് പോവാം. എങ്ങനെയൊക്കെയാണ് ഡീപ് സീ, ആഴമുള്ള കടലിലേക്കും പിന്നെ നമ്മൾ ഔട്ടർ സ്പേസിലേക്കും ഒക്കെ അവർക്ക് ഒരു പ്രശ്നവും കൂടാതെ അവർക്ക് പോകാനായിട്ട് സാധിക്കും. 5. ഐ സി യുവർ പോയിന്റ്, ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ? അതെ, പക്ഷേ ആളുകളിൽ നിന്ന് റോബോട്ട്സ് ഈ ജോലികളൊക്കെ തട്ടിയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതുൽ: യു ഹാവ് എ ഗുഡ് പോയിന്റ് ദർ. ദാറ്റ് ക്യാൻ ബി എ ഡിസഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് എന്താണ്, ഉപയോഗമല്ല, മറിച്ച് നമുക്ക് ചെയ്യുന്ന ഒരു പോരായ്മയാണ്, അതിൻ്റെ ഒരു പോരായ്മയാണ്. ബട്ട് ദേ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് റോബോട്ടിക്സ്. പക്ഷെ അവർക്ക് എന്താണ്, റോബോട്ടിക്സിൻ്റെ ഫീൽഡിൽ വളരെയധികം ഒരുപാട് ജോലികൾ തരാനായിട്ട് അവയ്ക്ക് സാധിക്കും. 5. ദാറ്റ്സ് ട്രൂ, ബട്ട് നോട്ട് എവറി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. ദേ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. അത് സത്യമാണ്, പക്ഷേ എല്ലാവർക്കും റോബോട്ട്സിന് അഫോർഡബിൾ ആയിട്ട് കിട്ടില്ല. അതായത് വാങ്ങിക്കാനായിട്ടൊന്നും കിട്ടിയില്ല, കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ. അവ നിർമ്മിക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എന്താണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുൽ: ഐ അഗ്രി, കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. തീർച്ചയായിട്ടും പണം ഒരു പ്രശ്നമാണ്. ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. പക്ഷെ അവർ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉള്ളവരെ അവർ സഹായിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. 5. ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. അത് തീർച്ചയായിട്ടും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലൈഫ്സ് ഇൻ മെനി വേസ്. റോബോട്ട്സിന് ജീവിതശൈലി പല രീതിയിൽ നന്നാക്കാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ദ സെൻറ്റൻസസ് എബോവ് ഷോ എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ കോൺവെർസേഷനിൽ എന്തൊക്കെയുണ്ട്, എഗ്രിമെൻറ്റും ഉണ്ട് ഡിസഗ്രിമെൻറ്റും ഉണ്ട്. എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ യോജിക്കുന്നത്, ഡിസഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ വിയോജിപ്പ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, റൈറ്റ് ദ സെൻറ്റൻസസ് വിച്ച് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ് ഇൻ ദ ബോക്സ് ബിലോ. താഴെ തന്നിരിക്കുന്ന ബോക്സിൽ എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും എഴുതണം. സോ രണ്ടെണ്ണത്തിനും ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആദ്യം എഗ്രിമെൻറ്റ്: ഐ അഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. ഡിസഗ്രിമെൻറ്റ്: ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ്. അതുകൂടാതെയുള്ള എഗ്രിമെൻറ്റ്സ് ആണ്: ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്. ദാറ്റ്സ് ട്രൂ. എക്സാക്ട്ലി. ഐ അഗ്രി. ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് തുടങ്ങിയിട്ടുള്ളവ. അത് പിന്നെ നമ്മൾ പറഞ്ഞൊരു ഡിസഗ്രിമെൻറ്റ് കൂടാതെയുള്ള ഡിസഗ്രിമെൻ്റ് ആണ്: ഐ സീ യുവർ പോയിന്റ് ബട്ട്. ദാറ്റ്സ് ട്രൂ ബട്ട്. അത് ശരിയാണ്, പക്ഷേ എന്ന് വരുമ്പോൾ അവിടെ ഒരു വിയോജിപ്പ് വരുന്നുണ്ട് അല്ലേ. സോ ഇതൊക്കെ ഡിസഗ്രിമെൻറ്റിന് എക്സാമ്പിളാണ്. ഇനി ആക്ടിവിറ്റി 5 നോക്കൂ. ലെറ്റ് us conduct a debate in the class on we cannot live without mobile phones. Form 2 groups. Group A can support the argument and Group B can oppose it. You may fix a moderator for the debate. ഇനി നിങ്ങളോട് ക്ലാസ്സിലൊരു ഡിബേറ്റ്, സംവാദം സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ടോപ്പിക്ക്? വി കനോട്ട് ലിവ് വിത്തൗട്ട് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ടോപ്പിക്ക്. സോ 2 ഗ്രൂപ്പ് ആവുക. ഗ്രൂപ്പ് എ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നവരാണ്, അതായത് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അഭിപ്രായമുള്ളവർ. ഗ്രൂപ്പ് ബി ഇതിനെ ഒപ്പോസ് ചെയ്യുന്നവർ, അതായത് മൊബൈൽ ഫോൺ ഇല്ലെങ്കിലും നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന അഭിപ്രായമുള്ളവരും. നിങ്ങൾക്കൊരു മോഡറേറ്റർ ഒക്കെ വെച്ചിട്ട് ഈ ഡിബേറ്റ് ക്ലാസ്സിൽ നടത്താവുന്നതാണ്. ലെറ്റ് us list the important points from ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. അപ്പോൾ ഈ 2 ഗ്രൂപ്പിനും, അതായത് 2 എഗ്രി ചെയ്യുന്നവർക്കും ഡിസഗ്രി ചെയ്യുന്നവർക്കുമുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അവർക്ക് വാദിക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ മൊബൈലിൻ്റെ യൂസസ് വരുന്നത് ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, എളുപ്പത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതുപോലെ നമുക്ക് മേക്കിംഗ് ഫോൺ കോൾസ് ആൻഡ് സെൻഡിങ് മെസ്സേജസ്, കോൾ ചെയ്യാനും സന്ദേശങ്ങൾ അയക്കാനൊക്കെ പറ്റും. ടേക്കിംഗ് ഫോട്ടോസ്, റെക്കോർഡിംഗ് വീഡിയോസ് ആൻഡ് എഡിറ്റിംഗ് മീഡിയ, ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എഡിറ്റിംഗ് ആപ്പുകൾക്കും എഡിറ്റിംഗ് മീഡിയക്കും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അടുത്ത യൂസായിട്ട് നമുക്കെന്ന് പറയാം യൂസിങ് മാപ്സ് ആൻഡ് നാവിഗേഷൻ ആപ്സ് ഫോർ ഡയറക്ഷൻസ് ആൻഡ് ലൊക്കേഷൻ ട്രാക്കിംഗ്. എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ഡയറക്ഷനും ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാപ്പും അതുപോലെ നേവിഗേഷൻ ആപ്സും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ വാച്ചിങ് മൂവീസ്, ലിസ്ണിംഗ് ടു മ്യൂസിക്, പ്ലേയിങ് ഗെയിംസ് ആൻഡ് റീഡിംഗ് ബുക്സ്. സിനിമ കാണാനും പാട്ടുകൾ കേൾക്കാനും പുസ്തകങ്ങൾ വായിക്കാനും ഗെയിം കളിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ മറ്റൊരു യൂസാണ് എനേബിൾ ക്വിക്ക് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് റിസർച്ച് മെറ്റീരിയൽസ്. എന്തിനേയും കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടും പിന്നെ റിസർച്ച് മെറ്റീരിയൽസിലൊക്കെ, അതായത് ഗവേഷണങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസബിലിറ്റി ഉണ്ട് മൊബൈൽ ഫോണിലൂടെ. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അബ്യൂസ് നോക്കാം. ആദ്യത്തെ അബ്യൂസ് വേസ്റ്റ് ടൈം, സമയം ഒരുപാട് വേസ്റ്റ് ആക്കുന്നുണ്ട്. ദെൻ എക്സസീവ് യൂസ് ക്യാൻ ലീഡ് ടു സോഷ്യൽ ഐസൊലേഷൻ. അമിതമായ ഉപയോഗം സാമൂഹികമായിട്ട് സോഷ്യലായിട്ട് ഒറ്റപ്പെടലിലേക്ക് നയിക്കാം. പിന്നെ അതുപോലെ ക്യാൻ ബി മിസ്യൂസ്ഡ് ഫോർ സൈബർ ബുള്ളിങ്, ചീറ്റിംഗ് എക്സെട്ര. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരുപാട് സൈബർ ആക്ടിവിറ്റീസ് നടക്കുന്നത് കാണാറുണ്ടല്ലേ. ഒരുപാട് അത്തരത്തിൽ മിസ്യൂസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. സൈബർ ബുള്ളിങ് ആയിട്ടും ചീറ്റിംഗ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്.
അടുത്തത് അഡിക്ഷൻ ടു മൊബൈൽ ഗെയിംസ്. മൊബൈൽ ഗെയിമുകൾക്ക് എന്താണ് അഡിക്റ്റ് ആയി പോകുന്നു. പിന്നെ പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം ക്യാൻ കോസ് ഐ സ്ട്രെയിൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. ഒരുപാട് സമയം സ്ക്രീൻ ടൈമിൽ ഉപയോഗിക്കുന്നതുകൊണ്ട്, ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നതുകൊണ്ട് കണ്ണിന് സ്ട്രെയിൻ വരാനും കണ്ണിന് നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനും വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനൊക്കെ അത് കാരണമാവും. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, മൊബൈൽ ഫോൺസ് ക്യാൻ ബി അഡിക്റ്റീവ് ആൻഡ് മേക്ക് അസ് ഫീൽ ആങ്ഷ്യസ് ഓർ സ്ട്രെസ്ഡ് വെൻ വി കാൺഡ് യൂസ് ദം. നമ്മളിപ്പോൾ ഡ്രഗ്സിനെ കൊണ്ടൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് മൊബൈൽ ഫോണും എന്താണ്, ഓവർ യൂസ് ചെയ്ത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടാഞ്ഞാൽ, മൊബൈൽ ഫോൺ കിട്ടാതിരുന്നാൽ നമുക്ക് എന്താണ് വളരെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഫീൽ ചെയ്യും. സോ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എന്താ മക്കളെ, അറ്റ് എ ടൈം നല്ലതുമാണ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സോ ഒരു എന്താ പറയുക, ലിമിറ്റ് വെച്ച് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓവർ അതിലേക്ക് അഡിക്റ്റ് ആവാതെ ലിമിറ്റ് വെച്ച് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കാം. സാറ ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ ഔട്ട്ലെറ്റ്. Unfortunately, it has stopped working. Here is an email sent to the company to get it repaired. അപ്പോൾ സാറയുടെ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ വാങ്ങി, പെട്ടെന്ന് എന്താണ് ഒരു തകരാറ് വന്നു. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കമ്പനിയിലേക്ക് സാർ ഒരു മെയിൽ അയച്ചു. ആ മെയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആർക്കാണോ അയക്കുന്നത് അവരുടെ XXS 123@gmail.com. പിന്നെ സബ്ജക്റ്റ് കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് വാഷിംഗ് മെഷീൻ്റെ പരാതിയെക്കുറിച്ച്. Sir, I purchased a washing machine from your company a few weeks ago. Sir, ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്തിരുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് നൗ. പക്ഷെ അതിപ്പോൾ എന്താണ് പ്രവർത്തിക്കുന്നില്ല. കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും പെട്ടെന്ന് എന്താണ് ഈ പ്രശ്നം പരിഹരിക്കണം. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്ഡ്. ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഇതിനോട് കൂടെ വെച്ചിട്ടുണ്ട് സാറ. അപ്പോൾ ഇതാണ് ഏകദേശം വരുന്ന ഒരു ഇമെയിൽ, കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് ഇമെയിൽ വരുന്നത് കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ബട്ട് ദേ ഡിഡ്ന്റ് ലിസൺ ടു ഹിം. റിക്കിയുടെ പാരൻസിനോട് അവന് റോബോട്ടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു, പക്ഷെ അവർ അതെന്താണ് കേട്ടില്ല. സോ ഹി ഡിസൈഡഡ് ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ആസ്കിങ് ദം ടു റീപ്ലേസ് ദിസ് മിസ് പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പം അതുകൊണ്ട് റിക്കി എന്ത് വിചാരിച്ചു, ഇത് ഉണ്ടാക്കിയ കമ്പനിക്കൊരു ഇമെയിൽ അയക്കാം, ഇതിൻ്റെ മിസ് പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഇമെയിൽ അയക്കാം, എന്നിട്ട് വേറെ ഒരു റോബോട്ടിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഹെൽപ്പ് ഹിം പ്രിപ്പയർ എൻ ഇമെയിൽ. അതിനായിട്ട് റിക്കിയെ ഇമെയിൽ അയക്കാനായിട്ട് റിക്കിയെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമെയിൽ എഴുതുമ്പോൾ ആദ്യം ഫ്രം ടൂവും കൊടുക്കണം. ഫ്രം ricky.example@gmail.com ടു ആർക്കാണ്, support@robotmanufacturers.com. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മെയിൽ ഐ ഡി മാറ്റി കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് @gmail.com കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് മിസ്പ്രോഗ്രാംഡ് റോബോട്ട്, റിക്വസ്റ്റ് ഫോർ റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, എന്താണ് മിസ്പ്രോഗ്രാംഡ് ആയിട്ടുള്ള, ശരിക്കും പ്രോഗ്രാം ചെയ്യാത്ത റോബോട്ടിനെ കുറിച്ച് കംപ്ലൈൻറ്റ്, പിന്നെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റും. സർ, I am writing to register a formal complaint regarding the robot I purchased from your company recently. അടുത്തായിട്ട് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത റോബോട്ടിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഇമെയിൽ അയക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ദ റോബോട്ട് ഈസ് നോട്ട് ഫങ്ഷനിങ് ആസ് എക്സ്പെക്റ്റഡ്. എന്താണ്, നിർഭാഗ്യവശാൽ ആ റോബോട്ട് നമ്മൾ വിചാരിച്ചതുപോലെ, എക്സ്പെക്ട് ചെയ്തതുപോലെ ഫങ്ഷൻ ചെയ്യുന്നില്ല. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി മിസ് പ്രോഗ്രാംഡ്. It is failing to follow commands correctly and is behaving in an erratic manner. ഇപ്പം എന്താണ്, അത് മിസ്പ്രോഗ്രാം ചെയ്തതാണെന്നാണ് വിചാരിക്കുന്നത്. അത് എന്താണ്, ശരിയായിട്ടുള്ള മാനറിലല്ല ഇതിൻ്റെ ഫങ്ഷനിങ് ഒന്നും നടക്കുന്നത്. Since the product is still under warranty, I kindly request you to replace this defective unit with a properly programmed one at the earliest. അപ്പോൾ ഇതിന് വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഐറ്റം റീപ്ലേസ് ചെയ്ത് തരണമെന്ന് അറിയിക്കുകയാണ്. I have attached the purchased receipt and warranty details for your reference. നമ്മൾ വാങ്ങിയതിൻ്റെ റെസിപ്റ്റും അതുപോലെ ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ് ഇതിനോടുകൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. I look forward to your prompt response as a quick resolution to this matter. Sincerely, Ricky. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്രോസ്വേർഡ് പസിൽ റിലേറ്റഡ് ടു ഹൗസ്ഹോൾഡ് കോഴ്സ് ഫോളോയിങ് ദ ഡയറക്ഷൻസ് ഗിവൺ. നമുക്ക് താഴെ കുറച്ച് ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്, അതിന് ആൻസർ വരുന്ന രീതിക്ക് ഈ പസിൽ പൂരിപ്പിച്ചു കൊടുക്കണം. ആദ്യം അക്രോസ്, നേരെയാണ്. 1 ക്ലീൻ വിത്ത് വാട്ടർ, വെള്ളം ഒഴിച്ച് കഴുകുന്നതിന് നമ്മൾ എന്താ പറയുക, വാഷ് എന്നാണ് അല്ലേ പറയുക.
ത്രീ, ഫ്രീ ഫ്രം ഡേർട്ട്. എന്താണ് ഡേർട്ടിൽ നിന്ന്, അതായത് പൊടി പടലങ്ങൾ അല്ലെങ്കിൽ ചെളിയിൽ നിന്നൊക്കെ വൃത്തിയാക്കുന്നതിന് എന്താ പറയുക, ക്ലീൻ എന്നാണ് പറയുക, ക്ലീനിങ് അല്ലേ. ഫോർ, തിങ്സ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ. താഴെ തറ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു എന്താണ് മക്കളെ, മോപ്പാണ്. ഇനി ഡൗൺവേർഡ്സ്, താഴേക്ക് നോക്കൂ. ടു, ക്ലീനിങ് വിത്ത് എ ബ്രൂം, ചൂൽ ഉപയോഗിച്ച് നമ്മൾ വൃത്തിയാക്കുന്നതിന് സ്വീപ്പ് എന്നാണ് പറയാ. ത്രീ, കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയുന്നതിന് നമ്മൾ ചോപ്പ് എന്നാണ് പറയാ. അടുത്ത ആക്ടിവിറ്റി 8, അതിൽ എ ക്വസ്റ്റ്യൻ. Ricky's mother wanted him to do various household chores. Here is what she keeps telling him. റിക്കിയുടെ അമ്മയ്ക്ക് അവന് വീട്ടു കാര്യങ്ങൾ പലതും ചെയ്യണമായിരുന്നു. അപ്പോൾ അമ്മ റിക്കിയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അത് റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, നിന്റെ സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ കൊണ്ടുപോയി വെക്കുക. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി, നിന്റെ ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്, നിന്റെ ടിഫിൻ ബോക്സ് കഴുകുക. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്, നിന്റെ ടീഷർട്ടും ട്രൗസേഴ്സും ഒക്കെ അയൺ ചെയ്ത് വെക്കുക. യുവർ പാരൻസ് ടു മൈറ്റ് ഹാവ് ആസ്ക്ഡ് യു ടു ഡു സർട്ടൻ തിങ്സ്, റൈറ്റ് എ ഫ്യൂ ഓഫ് ദം. നിങ്ങളുടെ പാരൻസും ഇതുപോലെ പല കാര്യങ്ങളും നിങ്ങളോട് ചെയ്യാനായിട്ട് പറയാറില്ലേ, അതിൽ ചിലത് എഴുതുക. പ്ലീസ് പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്തിലുള്ള ചെടികൾക്ക് ദയവേത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മേക്ക് യുവർ ബെഡ് ആസ് സൂൺ ആസ് യു വേക്ക് അപ്പ്. നീ എഴുന്നേറ്റ ഉടനെ തന്നെ നിന്റെ ബെഡ് നീ ശരിയാക്കുക. ഹെൽപ്പ് മീ സെറ്റ് ദ ടേബിൾ ഫോർ ഡിന്നർ കഴിക്കാനായിട്ട് എന്നെ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ എന്നെ സഹായിക്കുക. ടേക്ക് ദ ട്രാഷ് ഔട്ട് ദ ബിൻ. ആ വേസ്റ്റ് ബിന്നിൽ നിന്ന് അതിലുള്ള വേസ്റ്റുകൾ എടുക്കുക. ഫോൾഡ് യുവർ ക്ലീൻ ലോണ്ട്രി ആൻഡ് പുട്ട് ഇറ്റ് അവേ. ഉണക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക, മടക്കി വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് നമ്മളുടെ അമ്മയും അച്ഛനും നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇതിലെ ബി ആക്ടിവിറ്റി, ഹൗ വിൽ യു ആസ്ക് യുവർ പാരൻസ് ടു ഡു സംതിങ് ഫോർ യു. ഇനി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാൻ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് എങ്ങനെയാണ് ചോദിക്കുക. ഫിൽ ഇൻ ദ ഫോളോയിങ് ടേബിൾ ബൈ ഗിവിംഗ് സം എക്സാമ്പിൾ. വൺ ഈസ് ഡൺ ഫോർ യു. നിങ്ങൾക്ക് അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലുള്ള ഓരോ എക്സാമ്പിൾ എഴുതുക. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, നോക്കൂ. മദർ, പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. എൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാൻ എന്നെ സഹായിക്കൂ അമ്മേ. അതുപോലെ വേറെ എന്തൊക്കെയുണ്ട് മക്കളെ. ഫാദർ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് മൈ മാത്ത് ഹോംവർക്ക്. അച്ഛാ, ഈ മാത്ത് ഹോംവർക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യോ. മദർ, വുഡ് യു മൈൻഡ് വെയ്ക്കിംഗ് മീ അപ്പ് ഏർലി ടുമോറോ മോർണിംഗ്. അമ്മേ, നാളെ രാവിലെ നേരത്തെ എന്നെ വിളിക്കാനായിട്ട് പറ്റുമോ. ഫാദർ, പ്ലീസ് മേ ഐ ഗോ ടു ദ പാർക്ക് വിത്ത് മൈ ഫ്രണ്ട്സ് ദിസ് ആഫ്റ്റർനൂൺ. അച്ഛാ, ഞാൻ ഇന്ന് വൈകുന്നേരം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർക്കിലേക്ക് പോയിക്കോട്ടെ. മദർ, കുഡ് യു പ്ലീസ് കുക്ക് മൈ ഫേവറേറ്റ് പാസ്ത ഫോർ ഡിന്നർ. അമ്മേ, എൻ്റെ ഇഷ്ടപ്പെട്ട വിഭവമായിട്ടുള്ള പാസ്ത എനിക്കിന്ന് രാത്രി ഡിന്നറിന് ഉണ്ടാക്കി തരുമോ. അപ്പോൾ രണ്ടും എന്താണ്, രണ്ട് തരത്തിലാണല്ലേ ചോദിക്കുന്നത്. പാരൻസ് മക്കളോട് പറയുന്നത് ഒരു ഓർഡർ ആണെങ്കിൽ എന്താണ്, മക്കള് നേരെ തിരിച്ച് പാരൻസിനോട് പറയുന്നത് എന്താ, കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് മാനറിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. Activity 9. Look at the following paragraph from the story. Off he went, running to his parents. Father, this butler robot is faulty. He has flinched my things. I think they programmed him badly. Let us send him off. Note the sentence given in italics. നമുക്കിവിടെ കഥയിലെ ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. അതിൽ ഇറ്റാലിക്സിൻ്റെ ലെറ്റർ ഫോമിലായിട്ടുള്ള ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട്. അതേതാ, ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. അവൻ എൻ്റെ വസ്തുക്കൾ എന്താണ്, നശിപ്പിച്ചു അല്ലേ. നശിപ്പിച്ചു എന്നല്ല, മോഷ്ടിച്ചു. Sentences like the above refer to an action completed in the past having its relevance in the present. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്, കഴിഞ്ഞു പോയ സംഭവമാണ്, പക്ഷെ എന്താണ് പ്രസൻറ്റിലെ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ എന്താണ് അതിന് പ്രസക്തി ഉണ്ട് താനും. അങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ട്രൈ ടു ഫൈൻഡ് സെൻറ്റൻസസ് ഓഫ് എ സിമിലർ പാറ്റേൺ ഫ്രം ദ പാരഗ്രാഫ് ഗിവൺ ബിലോ. റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് ഗിവൺ. നമുക്ക് താഴെ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്, അത് വായിക്കുക. അതിൽ ഇതുപോലെ പാസ്റ്റ് ആയ കാര്യമാണ്, പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പ്രസൻറ്റിൽ അതിന് റെലവൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന സെൻറ്റൻസുകൾ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം പാരഗ്രാഫ് വായിക്കാം. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. ഞാൻ 30 വർഷത്തോളായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. ഞാൻ ഈ സ്ഥലം എന്നും എൻ്റെ ഒരു വീട് പോലെ സംരക്ഷിച്ചു പോന്നു. മൈ ചിൽഡ്രൻ അഡ്വൈസ് മീ അഗൈൻസ്റ്റ് ലിവിങ് ഹിയർ ഇൻ മൈ ഓൾഡ് ഏജ്. എൻ്റെ കുട്ടികൾ വയസ്സുകാലത്ത് ഞാനിവിടെ ജീവിക്കുന്നതിന് അല്ലെങ്കിൽ താമസിക്കുന്നതിനെ കുറിച്ച് എനിക്ക് അഡ്വൈസ് തന്നു, അതിനെതിരെ എനിക്ക് അഡ്വൈസ് തന്നു. ദർ ആർ നോ ഗുഡ് ഹോസ്പിറ്റൽസ് ഹിയർ. ഇവിടെ നല്ല ആശുപത്രികളൊന്നുമില്ല. ബട്ട് ദ ഗവൺമെൻറ് ഹാസ് പ്രോമിസ്ഡ് ദ റെസിഡൻസ് ഹിയർ എ ന്യൂ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു കം അപ്പ് സൂൺ. പക്ഷേ ഗവൺമെൻറ് ഇവിടെ നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വരും.
I have realized that you cannot expect to have everything you like to have. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എന്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കിട്ടിക്കോളണം എന്നൊരിക്കലും നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഐ തിങ്ക് യു ടു ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. നിങ്ങളും അത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്. സോ അത്തരത്തിൽ പാസ്റ്റിൽ കഴിഞ്ഞതാണ്, പക്ഷേ ഇപ്പോഴും റെലവൻസ് ഉള്ള കുറച്ച് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. അതുപോലെ ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. But the government has promised the residents here a new multi-specialty hospital. I have realized that you cannot expect to have everything you like to have. I think you too have realized it. ഇത്രയും സെൻറ്റൻസ് ആണ് അങ്ങനെ വരുന്നത്. അതായത് ഈ പറഞ്ഞതൊക്കെ എന്താണ്, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്, പക്ഷെ ഇപ്പോഴും അതിൻ്റെ റെലവൻസ് നിലനിൽക്കുന്നുണ്ട്. ആക്ടിവിറ്റി 10. You might have prepared some posters while observing Environment Day. ലുക്ക് അറ്റ് ദീസ് സാമ്പിൾ പോസ്റ്റേഴ്സ്. നിങ്ങൾ എൻവയൺമെൻറ്റ് ഡേയിൽ കുറേ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് രണ്ട് പോസ്റ്റേഴ്സ് നമുക്കവിടെ തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഈസ് എവ്രിവെയർ, ബ്രേക്ക് ഫ്രീ ഫ്രം പ്ലാസ്റ്റിക്, റീപ്ലേസ് ദെയർ പാക്കേജിംഗ് വിത്ത് റീഫിൽ ആൻഡ് റീയൂസ് സിസ്റ്റം. അതുപോലെ നെക്സ്റ്റ് പോസ്റ്ററാണ് ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്, പ്ലാന്റ് എ ട്രീ ആൻഡ് ആഡ് എ ന്യൂ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ്. ക്വസ്റ്റ്യൻ എ. അനലൈസ് ദ പോസ്റ്റേഴ്സ് ഫോർ ദ ഫോളോയിങ്. ഈ രണ്ട് പോസ്റ്റേഴ്സിൻ്റെയും കണ്ടന്റ്, അതുപോലെ പിക്ചർ അല്ലെങ്കിൽ ഗ്രാഫിക്സ്, ഇല്ലസ്ട്രേഷന്, അതുപോലെ ലേ ഔട്ട്, മെസ്സേജ്, ഇതെല്ലാം ശ്രദ്ധിക്കുക. വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്. ഈ പോസ്റ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോസ്റ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു എഡ്യൂക്കേറ്റ് അല്ലെ, ആളുകൾക്ക് അതിനെക്കുറിച്ച് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാം. ടു ഇൻഫോം, അറിയിക്കാൻ. അവയർനെസ് ഓർ വാണിംഗ്, ബോധവൽക്കരണം അല്ലെങ്കിൽ വാണിംഗ് ഒക്കെ കൊടുക്കാൻ. Collect some posters and observe them carefully. Do you think posters like these have a special kind of language? Give some examples. അപ്പോൾ പോസ്റ്റേഴ്സ് വേറെ കുറച്ച് പോസ്റ്റേഴ്സ് നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ഈ പോസ്റ്റേഴ്സിനുള്ള ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യെസ്, ഉണ്ട് അല്ലേ? അതിൽ കൊടുക്കുന്ന വേർഡ്സ് വളരെ കുറച്ചായിരിക്കും, പക്ഷെ അതൊക്കെ എന്തായിരിക്കും, കുറച്ചുകൂടെ ക്യാച്ചി ആയിട്ടായിരിക്കും, പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിക്കായിരിക്കും ഉണ്ടായിരിക്കുക. And the big question, prepare some slogans on the misuse of electronic gadgets. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ മിസ്യൂസിനെതിരെ കുറച്ച് പോസ്റ്റേഴ്സ് തയ്യാറാക്കുക. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. അതുപോലെ ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ഡോണ്ട് ലെറ്റ് യുവർ സ്ക്രീൻ സ്റ്റീൽ യുവർ ലൈഫ് സീൻ. പവർ ഡൗൺ ടു പവർ അപ്പ് യുവർ കണക്ഷൻസ്. ഡിസ്കണക്ട് ടു റീകണക്ട്. ബാലൻസ് യുവർ സ്ക്രീൻ ടൈം, ബാലൻസ് യുവർ ലൈഫ്. പുട്ട് ഡൗൺ ദ ഡിവൈസ്, പിക്ക് അപ്പ് ലൈഫ്. Screen off, real life on. Stay present, limit the screen. Unplug distraction into life. Don't let screens steal your dreams. Gadgets off, minds on. Too much screen, not enough green. ഇതൊക്കെ കുറച്ചുകൂടെ ക്യാച്ചി ആയിട്ട് തോന്നുന്ന രീതിക്കുള്ള സ്ലോഗൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇതിലെ സി ക്വസ്റ്റ്യൻ, ആസ് ഇൻ റിക്കീസ് ഹോം വി യൂസ് എ നമ്പർ ഓഫ് ഗാഡ്ജറ്റ്സ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. ദ എഡ്യൂക്കേറ്റ് ആൻഡ് എൻ്റർടൈൻ അസ് ടു, ബട്ട് ഓഫ്റ്റൻ ദേ ആർ മിസ്യൂസ്ഡ്. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ മിസ്യൂസിനെതിരെ ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ കണ്ട പോലെ ക്യാച്ചി ആയിട്ടുള്ള സെൻറ്റൻസ് കൊടുക്കണം, വേർഡ്സ് കൊടുക്കണം, കൊട്ടേഷൻസ് കൊടുക്കണം, പിന്നെന്താണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള യോജിക്കുന്ന പിക്ചർ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നോക്കൂ, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പിക്ചർ ഇത് തന്നെയാണ്. ഒരു സെൻറ്റൻസ്, ഒരു വേർഡ് മേലെ കൊടുത്തിട്ടുണ്ട്, ബി സ്മാർട്ട്, യൂസ് സ്മാർട്ട് ഡിവൈസസ് സ്മാർട്ട്ലി. പിന്നെ ദ റിസ്ക്സും ദ സൊല്യൂഷൻസും. ദ റിസ്ക്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ റിസ്ക്സ്, ഐസൈറ്റ് പ്രോബ്ലം, ലാക്ക് ഓഫ് സ്ലീപ്പ്, സോഷ്യൽ ഐസൊലേഷൻ. സൊല്യൂഷൻ എന്താണ്, സെറ്റ് എ ടൈമർ ഫോർ സ്ക്രീൻ ടൈം, സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, പ്ലേ ഔട്ട്ഡോർ ഗെയിംസ് ഡെയിലി. പിന്നെ ഏറ്റവും അവസാനമായിട്ട് താഴെ ഒരു ബോട്ടം സ്ലോഗൻ കൊടുക്കാം, ലൈഫ്സ് വെയിറ്റിംഗ്, ഡോണ്ട് മിസ് ഇറ്റ് ബിഹൈൻഡ് എ സ്ക്രീൻ. ഓക്കെ, അപ്പോൾ ശരി മക്കളെ, ഇത്രയും കാര്യങ്ങളാട്ടോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും എല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 7ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്